ഇറങ്ങിയതായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത് ജൂലൈ 20 പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ജൂലൈ 21. അത് കാരണം എന്താണെന്ന് അറിയാമോ? ഭൂമി കറങ്ങുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഇന്ത്യയും അമേരിക്കയും നമ്മുടെ ഭൂമിയുടെ കൃത്യം 2 എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ഒരു ദിവസം അവിടെ മാറും. അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ ഒരു ദിവസം കഴിഞ്ഞിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടുള്ള ഒരു വ്യത്യാസമാണ് ഈ ജൂലൈ 20 ജൂലൈ 21. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാണ് അവിടെ അമേരിക്കക്കാർ ജൂലൈ 20 എന്ന് പറയുന്നതും ഇന്ത്യക്കാർ ജൂലൈ 21 എന്ന് പറയുന്നതും രണ്ടും ചന്ദ്രനിൽ പോയ കാലവും അല്ലെങ്കിൽ ആ സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ചന്ദ്രനെ കുറിച്ചും അതിൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? മുത്തന്മാര് 12 പേരാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇപ്പോൾ ചന്ദ്രനിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? ശിവാംശു ശുക്ല ചന്ദ്രനിലേക്കാണ് പോയത്. എവിടെ? സ്പേസില് എവിടെയാ? അറിയാൻ പറയാമോ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അത് കുറെ വർഷമായില്ലേ? അവിടേക്ക് ധാരാളം പേര് പോയിട്ടുണ്ട്. അതില് ഇപ്പൊ ഇന്ത്യക്കാരനായിട്ടുള്ള ശുഭാംശു ശുക്ലയാണ് നമ്മുടെ അടുത്ത ഇടയ്ക്ക് പോയി വന്നത്, ഇന്ത്യക്കാരൻ അല്ലേ? അപ്പൊ നമുക്കത് വലിയ അഭിമാനമാണ്. ഇന്ത്യക്കാരനുള്ള ഒരാള് അവിടെ ബഹിരാകാശ പേടകത്തിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നു. ഈ ബഹിരാകാശ പേടകം തന്നെ എത്ര ദൂരെ എന്നറിയാമോ? പറഞ്ഞ ശരിയാ. ആരാ പറഞ്ഞത്? പറഞ്ഞ ശരിയാണ്. 400 കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലാണ് ബഹിരാകാശ നിലയമുള്ളത്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അവിടെ ഏതാണ്ട് നമ്മുടെ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ അത്ര വിസ്തൃതിയിലാണ് ഉള്ളത്. അതിന് ഒരു 4 ചിറകുകളുണ്ട്. ചിറകുകൾ എന്ന് പറഞ്ഞാൽ പറക്കാനുള്ള ചിറകുകളല്ല. അവിടെ എന്താണെന്നറിയാം ആ ചിറകിലുള്ളത്? സൂര്യനിൽ നിന്നും ഊർജം സ്വീകരിച്ച് ആ ബഹിരാകാശ നിലയത്തിലേക്കുള്ള സോളാർ പാനലാണ് അത്. പിന്നെ അതിന്റെ പേടകത്തിനകത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവർക്ക് ഭക്ഷണം അവരെന്താ കഴിക്കുക? അത് നമ്മൾ കഴിക്കുന്ന പോലെ ഒരുപാട് കഴിക്കാനൊന്നും പറ്റില്ല അവർക്ക്. അപ്പൊ അത് നമ്മുടെ ഏറ്റവും മൂല്യവത്തായ ഏറ്റവും കുറച്ച് ഭക്ഷണം, അവരുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും ലഭ്യമാകുന്ന തരം ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഒന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല. അതെന്താ പറ്റുക? അവിടെ അതെ അവിടെ ആകർഷണമില്ല. ഈ ആകർഷണം ഉള്ളത് എവിടേക്കാന്ന് അറിയാം? ഭൂമിയിൽ ആകർഷണമുണ്ട്. നമ്മളൊരു കല്ല് മുകളിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ താഴേക്ക് ഭൂമിയിലേക്ക് വരും അല്ലേ? അത് നമ്മുടെ കാലൊന്ന് തട്ടി പോയാൽ എന്തുണ്ടാവും? നമ്മൾ വഴിയെ പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞ് നമ്മൾ എന്തുണ്ടാവും? നമ്മുടെ ബാലൻസിലേക്ക് എവിടേക്ക് വീഴുക? ഭൂമിയിലേക്ക് വീഴുക. അപ്പൊ ഭൂമിയുടെ ആകർഷണ ശക്തിയാണ് നമ്മളെ ആ ഭൂമിയിലേക്ക് തന്നെ വീഴാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു ആകർഷണ ശക്തി അവിടെ ഇല്ല. എവിടെയില്ല? ചന്ദ്രനിലില്ല, ബഹിരാകാശ പേടകത്തിലില്ല, അല്ലേ? ബഹിരാകാശ നിലയത്തിലില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ആ നിലയത്തിലോ അല്ലെങ്കിൽ ചന്ദ്രനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് തട്ടി വീഴ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അത് ഭൂമിയിലേക്കില്ല, ഭൂമിയിലേക്കല്ല, അതിന് ആകർഷണമുണ്ട്. ചന്ദ്രനെ സംബന്ധിച്ചാണെങ്കിൽ ഭൂമിയുടെ 1/6 ആകർഷണ ശക്തി ഉള്ളത്. നമ്മൾ പതുക്കെ ഒന്ന് ചാടിയാൽ, നമ്മുടെ ഒരു 2 അടി ഉയരത്തിലേക്ക് ചാടിയാൽ വീണ്ടും നമുക്ക് ഭൂമിയിൽ തന്നെ വീടില്ലേ? പക്ഷെ നമ്മൾ ഇവിടെ 2 അടി ചാടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഊർജം, എനർജി ചന്ദ്രനിൽ പോയിട്ട് ഒരു ചാടിയാൽ അത് 6 ഇരട്ടി ഉയരുമ്പോൾ അപ്പൊ എത്ര ആവും? 2 × 6 12 അടി ഉയരത്തിൽ ചാടി മേലോട്ട് ഉയർന്നു പോകും.
അതാണ് ചന്ദ്രന്റെ പ്രത്യേകത. അതായത് ഇവിടുത്തെ 6-1 മാത്രമേ അവിടെ ആകർഷണ ശക്തി ഉള്ളൂ. അപ്പൊ അവിടെ ഒരു കല്ല് മേലേക്ക് എറിഞ്ഞാൽ അത് എവിടെ വീഴുക? ചന്ദ്രനിൽ തന്നെ വീഴും. പക്ഷെ അത് നമ്മുടെ ദേഹത്ത് നമുക്ക് വീഴുകയില്ല. നമുക്ക് ഇവിടെ വീഴുന്ന അത്രയും പരിക്കൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോ കാല് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൊങ്ങിപ്പോകും. വലത് കാല് ഒന്ന് ഇവിടെ പോലെ പറയാം. അങ്ങനെ ചോദിക്കണേ. നമ്മളിവിടെ ഇടത്തെ കാല് ഒന്ന് എടുത്തു വെച്ചു, പിന്നെ വലത്തെ കാല് എടുത്തു വെച്ചു, അങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പോ നമ്മള് വലത്തെ കാലൊന്ന് ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് പൊക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല ഇവിടെ, അല്ലേ? പക്ഷെ ഈ ചന്ദ്രന് പോയിട്ട് നമ്മുടെ വലത്തെ കാല് മുന്നിട്ട് വലത്തെ കാലൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ മേലോട്ട് മുന്നിട്ടു. അത് അവരുടെ ആകർഷണബലം കുറവായതുകൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ നടക്കുന്ന രീതിയിൽ അവിടെ നടക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പതുക്കെ കാലെടുത്ത് വെച്ചല്ല നടക്കുന്നത്. രണ്ട് കാലും ഒന്നിച്ച് പതുക്കെ പോകും. ചാടി നടക്കാം. അല്ലാതെ ഇവിടെ നടക്കുന്നവന്റെ ഒരു കാലെടുത്ത് വെച്ചിട്ട് വേറെ കാലെടുത്ത് പിടിക്കുന്നതാണ് മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ട് കാലും ഒരുമിച്ച് പതുക്കെ ചാടി മുന്നോട്ട് വീഴാതെയാണ് അവിടെ നടക്കുന്നത്. അത് അത്രയും മനസ്സിലായതല്ലേ? കാര്യം മനസ്സിലായല്ലോ? ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം എടുത്ത കൽപ്പന 2000-ലെ കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞു. ദൂരദർശിനി ഉപയോഗിച്ച് വാനം നിരീക്ഷിച്ച ആദ്യ വ്യക്തി, ഭൗതിക ശാസ്ത്രജ്ഞനും തത്വചിന്തകൻ എന്ന നിലകളിൽ കഴിവ് തെളിയിച്ച ഇറ്റലിക്കാരൻ. താങ്ക് യു. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തെരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 2006 ഡിസംബർ 9 ഡിസ്കവറി ബഹിരാകാശ എന്ന പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. മനുഷ്യരെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോയ സ്പേസ് ക്രാഫ്റ്റിന്റെ പേരെന്ത്? ശരി, മൂൺ ഡേ എന്നാണ് ആഘോഷിക്കുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്നു. ഉത്തരം ശരി, ചന്ദ്രൻ. കടലിലെ കൊച്ചോടം, തുഴയില തോടുന്ന കൊച്ചോടം. ഉത്തരം ശരി. ശശി, തിങ്കൾ, നദി, ബിന്ദു. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാൻ പേടകമായ ചന്ദ്രയാൻ 1 പര്യവേഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം സ്ഥാപകനും. എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ തലയുയർത്തി നിൽക്കാൻ സഹായിക്കുന്നു. ശാസ്ത്രത്തിലും സാങ്കേതികതയിലും ഒരുപോലെ പുരോഗതി വരിച്ച ഇന്ത്യ ആഗോളതലത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ബഹിരാകാശ ഗവേഷണം ഒരു പ്രകൃതിദത്ത ശക്തിയാണെന്നും അതിനെ സമൂഹത്തിലുള്ള മറ്റൊരു ശക്തിയുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്നും ബഹിരാകാശ ഭൗതിക ഗവേഷകനായ നീൽ ഡിഗ്രാസ് ടൈസൺ പറഞ്ഞതുപോലെ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ശ്രദ്ധ ഇന്ത്യ പിടിച്ചുപറ്റി. 1962 ദേശീയ ബഹിരാകാശ കമ്മിറ്റി രൂപീകരിച്ചതോടെയാണ് ഇന്ത്യ ബഹിരാകാശ ഗവേഷണ യാത്രയിലേക്ക് പ്രവേശിച്ചത്. 1969 ഡോക്ടർ വിക്രം സാരാഭായുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ISRO രൂപം കൊണ്ടു.
നവീന സാങ്കേതിക വിദ്യ മനുഷ്യന്റെയും സമൂഹത്തിന്റെയും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു ഇന്ത്യയുടെ ഓരോ ദൗത്യത്തിന്റെയും അടിത്തറ. 1975 ഇന്ത്യ തങ്ങളുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതോടെ ഔദ്യോഗികമായി ബഹിരാകാശ രംഗത്തേക്ക് പ്രവേശിച്ചു. 2008 ഇന്ത്യ ചന്ദ്രയാൻ 1 ചന്ദ്രനിലെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. 2019 ഇന്ത്യ വിക്ഷേപിച്ച തങ്ങളുടെ രണ്ടാം ചന്ദ്രയാൻ ദൗത്യമായ ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ ചെറിയ തകരാറുകൾ മൂലം വിജയകരമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. 2023 ഇന്ത്യ അയച്ച ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമായി മാറി ഇന്ത്യ. താങ്ക് യു. നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചന്ദ്രനെ കുറിച്ച് ഒരു കവിത ഗദ്യരൂപത്തിൽ ആലപിക്കുന്നു. അമ്പിളിച്ചിരിക്കും മാനത്ത്, തുമ്പച്ചിരിക്കും താഴത്ത്, സൂര്യനിരിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, താരകൾ തെളിയും മാനത്ത്, താമരവീരിയും താഴത്ത്, മാരിവില്ലും മാനത്ത്, മാനമയിലും താഴത്ത്. നന്ദി, നമസ്കാരം. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയനാണ്. 1984 ഏപ്രിൽ 2 റഷ്യൻ നിർമ്മിത സോയൂസ് എന്ന വാഹനത്തിലാണ് അദ്ദേഹം ശൂന്യാകാശത്തെത്തിയത്. രാജ്യം അശോകചക്രം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. വാലന്റീന തെരഷ്കോവ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വനിതയാണ്. 1963 ജൂൺ 16 മോസ്കോ 6 എന്ന വാഹനത്തിന്റെ സീഗൽ എന്ന കോഡ് നാമത്തിൽ ആദ്യത്തെ യാത്ര നടത്തിയത്. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ചാന്ദ്രദിന പ്രസംഗമാണ്. മനുഷ്യൻ കാലുകുത്തിയിട്ട് 56 വർഷം തികഞ്ഞല്ലോ. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്. 1969 ജൂലൈ 20 അമേരിക്കൻ ബഹിരാകാശ പേടകമായ അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങി. അതിൽ 3 പേരുണ്ടായിരുന്നു. ഒന്നാമത്തത് നീൽ ആംസ്ട്രോങ്, രണ്ടാമത്തത് എഡിൻ ആൻഡ്രിൻ, മൂന്നാമത്തത് മൈക്കൽ കോളിൻസ്. ഇവർ 3 പേരുണ്ടായിരുന്നു. ഇതിൽ ആദ്യം കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്. പിന്നീട് 17 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എഡിൻ ആൻഡ്രിൻ കാലുകുത്തിയത്. അതിനുശേഷം മൈക്കൽ കോളിൻസ് ചന്ദ്രനെ ചുറ്റും വലം വയ്ക്കുകയും ചെയ്തു. പിന്നീട് അവർ മറ്റ് ബഹിരാകാശ സഞ്ചാരികളുടെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുകയും മെഡലുകൾ വെക്കുകയും ചെയ്തു. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ദൂരം 3,84,401 കിലോമീറ്റർ ആണ്. ഇവർ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് 22 കിലോഗ്രാം മണ്ണും ഒരു ചെറിയ പാറക്കഷ്ണവുമാണ്. മനുഷ്യന്റെ ഒരു ചെറിയ കാൽവെപ്പ്, മനുഷ്യരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. ഈ വാക്കുകൾ നീൽ ആംസ്ട്രോങ്ങിൻ്റെയാണ്. ഇവർ കാലുകുത്തിയ പ്രദേശത്തിന് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രശാന്തതയുടെ തീരമെന്നാണ്. ചന്ദ്രനെ തേടിയുള്ള അന്വേഷണങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Group Captain Subhanshu Shukla.
ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ സുഭാൻഷു ശുക്ല. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ISRO വരാനിരിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ്. അടുത്തിടെ നടന്ന ആസിയ മിഷൻ ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയി വിജയകരമായി തിരിച്ചെത്തിയതോടെ അദ്ദേഹം ചരിത്രം കുറിച്ചു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യൻ പൗരനാണ് സുഭാൻഷു ശുക്ല. ജീവിതവും കരിയറും. സുഭാൻഷു ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ്. പൂനെയിലെ നാഷണൽ ബിസിനസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഒരു മികച്ച പോർവിമാന പൈലറ്റാണ് സുഭാൻഷു ശുക്ല. ഇന്ത്യൻ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി വഹിക്കുന്നു. വിവിധ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചന്ദ്രനെ കുറിച്ചാണ്. ചന്ദ്രൻ ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. 3474 കിലോമീറ്റർ ആണ് ചന്ദ്രന്റെ വ്യാസം. ഭൂമിക്കു ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് 27 ദിവസങ്ങൾ വേണം. ഭൂമിയിൽ നിന്ന് ശരാശരി 3,84,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യന് കാലുകുത്താൻ സാധിക്കുന്ന ഏക ആകാശഗോളമാണ് ചന്ദ്രൻ. താങ്ക് യു.